മലങ്കര കാത്തലിക് ടിവിയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഹൃദയപൂർവ്വം അഭിമുഖ പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് അത്യഭിവന്യ കർദിനാൾ മോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി ഹൃദയപൂർവ്വം പരിപാടിയിൽ ഇന്ന് നമ്മളോട് ആശയങ്ങളും സ്വപ്നങ്ങളും പ്രബോധനങ്ങളും പങ്കുവയ്ക്കുന്നു. രണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയും പിതാവ് ഈ ചുമതലകൾ എല്ലാം ഏറ്റെടുത്തതിന് ശേഷം ഉള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പിതാവ് ഏറ്റവും പ്രധാനമായിട്ട് പിതാവിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ് സഭയുടെ രാജകുമാരൻ പത്രോസിൻ്റെ പിൻഗാമിയുടെ ആലോചനാ സമിതിയിലെ ഒരംഗമെന്ന നിലയിൽ കർദിനാളായിട്ട് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ തൻ്റെ ശ്ലൈഹിക കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിൽ നടത്തിയ അസാധാരണമായ ഒരു കൺസിസ്റ്ററിയിലാണ് പിതാവ് നിയോഗിതനാകുന്നത് മറ്റ് 5 പേരോടൊപ്പം. അത് യഥാർത്ഥത്തിൽ സാധാരണ നടക്കുന്ന ഒരു സമയത്തല്ല. ഫെബ്രുവരി മാസത്തിലാണ് അല്ലെങ്കിൽ ജനുവരി അവസാനമാണ് പാപ്പാമാരെ സാധാരണ കർദിനാളന്മാരെ പ്രഖ്യാപിക്കുന്നത്. ഇത് പക്ഷേ ഒക്ടോബർ മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്, സെനഡിൻ്റെ അവസാന ദിവസത്തിൽ. പിതാവ് അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? ബെനഡിക്ട് പാപ്പ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പിതാവിനോടൊക്കെ വളരെ വ്യക്തിപരമായ ബന്ധം പുലർത്തുകയും നമ്മുടെ ഒരു ആരാധനാക്രമത്തെയും ദൈവശാസ്ത്ര സംബന്ധമായ അതിൻ്റെ അടിസ്ഥാനത്തെയും ഒക്കെ വളരെ അഭിമാനത്തോടു കൂടി തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള പല ഘട്ടങ്ങൾ പിതാവ് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിൽ പിതാവ് ഈ നിയമനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിപ്പോഴും എനിക്കൊരു വാസ്തവത്തിൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്ലസൻറ്റ് സർപ്രൈസ്. എനിക്കത് വലിയ ഒരു സന്തോഷവും ഒപ്പം വളരെ അതിശയവും കലർന്ന നിമിഷമായിട്ട്. ബെനഡിക്റ്റ് മാർപ്പാപ്പ തിരുമേനിക്ക് നമ്മുടെ സഭയോട് വലിയ സ്നേഹമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ലെബനോനിൽ അവിടെ മധ്യപൂർവ്വദേശത്തെ അസാധാരണമായ സിനഡ് റോമിൽ നടന്നതിൻ്റെ പോസ്റ്റ് സിനഡൽ എക്സോർട്ടേഷൻ്റെ പ്രകാശനം, സിനഡാനന്തര ഒരു ഡോക്യുമെൻറ്റിൻ്റെ പ്രസിദ്ധീകരണമായിരുന്നു. അതിലെന്നെയും വിളിച്ചിരുന്നു. അവിടെ ഭാരതത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ട 8 പേർക്ക് ഈ ഡോക്യുമെൻ്റ്, ഈ പുസ്തകം വ്യക്തിപരമായി പൊതു കുർബാനയ്ക്ക് ശേഷം പൊതുവേദിയിൽ വെച്ച് വിളിച്ച് കൊടുത്തു. ഞാൻ അവിടെ ചെന്നപ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് എൻ്റെ ഓരോരുത്തരുടെ പേര് വിളിക്കുന്നു, അവർ ഇന്ന് സ്വീകരിക്കുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധ പിതാവ്, ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ ബസേലിയോസ് വെൽക്കം. അപ്പം അതെന്നെ അത്ഭുതപ്പെടുത്തി. സാധാരണ സെക്രട്ടറിമാർ പേരുകൾ പറഞ്ഞു കൊടുക്കുകയും അതൊക്കെയാണ് സാധാരണ സംഭവിക്കുന്നത്. ഇത് സെക്രട്ടറി അടുത്തില്ല, സഹായികളുടെ ആരുടെയും സഹായമില്ലാതെയാണ് അദ്ദേഹം ഇതുപോലെ എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി, പരിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പയ്ക്ക് നമ്മുടെ സഭയോട് വലിയ ഒരു ബന്ധമുണ്ട്. ഞാൻ മാർപ്പാപ്പ അദ്ദേഹം ആകുന്നതിന് മുൻപ് അദ്ദേഹം ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് എൻ്റെ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റ് ആയിരിക്കുമ്പോൾ ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനേകം തവണ കാണുന്നതിനിടയായിട്ടുണ്ട്. ശാന്തനായ സൗമ്യനായ റാറ്റ്സിംഗർ തിരുമേനി കർദിനാൾ. ഞാനൊരു പുസ്തകം എഡിറ്റ് ചെയ്തിരുന്നല്ലോ, എമർജിങ് ട്രെൻഡ്സ് ഇൻ മലങ്കര കാത്തലിക് തിയോളജി. അപ്പോൾ പിന്നെ സിറിൽ ബസേലിയോസ് ബാവ തിരുമേനി ഇവിടെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായിരുന്ന സമയത്ത് റോമിൽ പോകുമ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി പരിശുദ്ധ പിതാവിന് കൊടുത്തു. പിതാവ് പുസ്തകമായതുകൊണ്ട് പിതാവ് വളരെ ആശ്ചര്യത്തോടു കൂടി അത് വാങ്ങിക്കുകയും സന്തോഷം അറിയിക്കുകയും, അപ്പോൾ അഭിനന്ദ ബസേലിയോസ് ബാവ തിരുമേനി അതിൻ്റെ ഓതർ ഞാനാണെന്ന് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. പല സന്ദർഭങ്ങളിലെ പിതാവുമായി പരിചയപ്പെടുന്നതിനിടയായിട്ടുണ്ട്. കർദിനാളായതിനു ശേഷം റോമിൽ വെച്ച് ഒട്ടേറെ തവണ പിന്നീട് അദ്ദേഹം രോഗിയായിരിക്കുമ്പോഴൊക്കെ കാണും. മലങ്കര സഭയോടൊരു പ്രത്യേക സ്നേഹവും ബന്ധവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കർദിനാൾ എന്നുള്ള ഒരു കാര്യം നമ്മുടെ സഭയ്ക്ക് ലഭിച്ച, ഭാരതത്തിന് ലഭിച്ച ഒരു അംഗീകാരമായി ഞാൻ അന്ന് പറഞ്ഞത് ഇന്നും അതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നു. നമ്മുടെ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള അതുല്യമായ
ഒരു അംഗീകാരമാണ് സാർവത്രിക സഭയുടെയും സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ്റെയും. എനിക്കൊരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പിൽ പിതാവ് പ്രകടമാക്കിയത് പൗരസ്ത്യ സഭകളുടെ ഒരു സാന്നിധ്യം റോമിലെ പരിശുദ്ധ പിതാവിൻ്റെ ആലോചനാ സമിതികളിൽ ഉണ്ടാവണം. പിന്നെ ഈ സഭ ലോക ശ്രദ്ധയിൽ, തിരുസഭയുടെ ശ്രദ്ധയിൽ വരണം. ഈ രണ്ട് കാരണമാണ്. അതുപോലെ തന്നെ ഭാരതത്തിന് ലഭിച്ച ഒരു അംഗീകാരം എന്ന് പറയുമ്പോഴും അതിന് നമ്മളുടെ സഭ ഒരു മുഖാന്തരമായല്ലോ. ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയെ ലോകം അംഗീകരിക്കുന്നതിൻ്റെ ഒരടയാളം കൂടിയാണ് തീർച്ചയായിട്ടും ഒരു ഭാരതീയന് ലഭിക്കുന്ന ഒരു അംഗീകാരം. അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു പേര് മാർപ്പാപ്പാ തിരുമേനിയുടെ അജപാലന ശുശ്രൂഷയിൽ ഓർത്തിരിക്കുവാൻ തക്ക വിധം മുഖാന്തരമായത്, കാരണമായത് നമ്മുടെ സഭയാണല്ലോ. ഇതൊക്കെ വളരെ വിശ്വാസപരമായും ഹൃദയപൂർവമായും അനുസ്മരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. കർദിനാൾ സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ ഈ സാർവത്രിക സഭയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വർദ്ധമാനമായ ഒരു സ്നേഹവും അംഗീകാരവും, അത് വാസ്തവത്തിൽ നമുക്ക് അനുഭവിക്കുന്ന അളവ് വിശദീകരിക്കാൻ നമുക്ക് ആവില്ല. പിതാവിൻ്റെ കർദിനാൾ പദവി അന്ന് മലങ്കരയിലെ എല്ലാ സഭാ സമൂഹങ്ങളും വലിയ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് നാം കാണുന്നത്. ഇപ്പോഴത്തെ യാക്കോബായ സഭയുടെ മെട്രോപൊളിറ്റൻ ട്രസ്റ്റി അഭിനന്ദനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പിതാവിന് സമ്മാനമായി നൽകിയ, ആ അവസരത്തിൽ നൽകിയ കുരിശുമാലയാണ് പിതാവ് അത് സ്വീകരിക്കുമ്പോൾ റോമിൽ പത്രോസിൻ്റെ ബസിലിക്കയിൽ അത് അണിഞ്ഞത്. അഭിനന്ദനായ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഇത് മലങ്കര സഭയ്ക്ക് മുഴുവൻ ലഭിച്ച ഒരു അംഗീകാരം എന്നാണ് അന്ന് പരസ്യമായിട്ട് സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. മധ്യകേരള മഹായിടവക CSI സഭയുടെ അന്നത്തെ അധ്യക്ഷൻ പിതാവിനെ വന്ന് വലിയ സന്തോഷത്തോടെ അഭിനന്ദിച്ചു. പല സഭകളും അവരുടെ പ്രതിനിധികളെ, തിരുമേനിമാരെ തന്നെ റോമിൽ ഈ സംഭവത്തിന് സാക്ഷിയാകാൻ നമ്മളോടുള്ള ഒരു പ്രത്യേക സ്നേഹത്തിൽ അയക്കുകയും ചെയ്തു. അവരെല്ലാം ഇന്നും ആ ഒരു വലിയ ബന്ധം പിതാവിനോട്, ഈ നമ്മുടെ സഭയോട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിതാവോട് കാണുന്ന ഒരു നന്മ എന്താണ്? നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, സഭയുടെ ആത്മബലം എന്ന് പറയുന്നത് ജനസംഖ്യയല്ല. ജനസംഖ്യയുടെ പേരിലാണല്ലോ പലപ്പോഴും കലഹമുണ്ടാകുന്നത്. അല്ല, നമ്മളെന്തായിരിക്കുന്നോ, നമ്മളെങ്ങനെ ദൈവനാമത്തിൽ ഇടപെടുന്നുവോ, നാം എന്ത് സംസാരിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, നാം ഈ സമൂഹത്തോട് എന്ത് സന്ദേശം പറയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം, വ്യക്തിപരമായ നമ്മളുടെ ഒരാധികാരികത, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഈ മേൽപ്പറഞ്ഞ പിതാക്കന്മാരെല്ലാവരും നമ്മുടെ കേരളത്തിലെ സഭകളിൽ മഹാഭൂരിപക്ഷവും അതിൻ്റെ മേലധ്യക്ഷന്മാരും വ്യക്തിപരമായി തന്നെ വന്ന് നമ്മുടെ സഭയോടുള്ള സ്നേഹം അറിയിച്ചിട്ടുള്ളതാണ്. അത് കർദിനാൾ ക്ലീമീസ് എന്ന് പറയുന്ന വ്യക്തിയിൽ തുടങ്ങിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാർ യുവാനിയോസ് തിരുമേനിയുടെ കാലം മുതൽ ഇങ്ങോട്ട് ഈ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ തുടർച്ചയാണ്. മാർ യുവാനിയോസ് തിരുമേനി തൻ്റെ രോഗക്കിടക്കയിൽ അനേക വർഷക്കാലം തനിക്ക് പരിചയവും ബന്ധവും സ്നേഹവുമുള്ള സഹോദരി സഭയിലെ ഒരു മെത്രാപ്പൊലീത്തായെ കണ്ടപ്പോൾ തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് തിരുമേനി കുമ്പസാരിച്ച് പാപമോചനം പ്രാപിച്ചിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് പോയത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള കാര്യമില്ല. ഞാൻ ഓർക്കുന്നു, ഇയോബ് മാർ പീലക്സിനോസ് തിരുമേനി ഡൽഹിയിൽ, അഭിനന്ദ ബർണബാസ് തിരുമേനി അന്ന് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ചെന്ന് ഈ വന്യ പിതാവിനെ കാണുമ്പോൾ പിതാവ് പറഞ്ഞു, ബർണബാസ് തിരുമേനി പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ ക്ഷീണിതനായിരിക്കുന്നു, ക്ലിമീസ് ബാബായെ എനിക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എൻ്റെ കൈ ബലമായി പിടിച്ച് അദ്ദേഹത്തിൻ്റെ ശിരസിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇപ്പം തന്നെ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം, അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് അദ്ദേഹം ഉടനെ ജയിച്ചിരിക്കും.
ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. അത് ഒരു കുമ്പസാരമായിട്ടോ പാപമോചനമായിട്ടോ ഞാൻ വ്യാഖ്യാനിച്ചെങ്കിൽ അത് എൻ്റെ ആത്മീയതയുടെ പൊള്ളത്തരം, അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അതേസമയം തിരുമേനി എനിക്ക് നൽകിയത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുമേനി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഇതൊക്കെ ഒരു ആത്മബന്ധമാണ്. ഇതിനെ അളക്കാൻ നമുക്ക് ആത്മീയത കൊണ്ട് മാത്രമേ സാധിക്കൂ. ആത്മീയതയെ അളക്കാൻ ആത്മീയതയുടെ അളവുപോലല്ലാതെ ഭൗതികതയുടെ അളവുപോൽ ഉപയോഗിച്ചാൽ നമുക്ക് അടിസ്ഥാനപരമായ പിശകുണ്ടാകും. അതുകൊണ്ടാണ് ഒരാൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല അനുതാപാവസ്ഥയിൽ പറയുന്നത് മറ്റേ ആളിൻ്റെ വലിയ വിജയമായി നമ്മൾ ആഘോഷിക്കുന്നത്. ഞാൻ അവനെ കീഴ്പ്പെടുത്തി എന്ന് പറയുന്നത്. നമ്മളുടെ ഈ സഭാചരിത്രത്തിൽ എപ്പോഴും ഈ അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിച്ചിട്ടുള്ളവർ വലിയ വിശുദ്ധരായിട്ടുള്ള ആത്മീയ നേതാക്കളാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ സഭയോട് വളരെ അടുത്ത ഒരു ബന്ധത്തിൽ ഈ സഭകളെല്ലാം ഇടപെടുന്നതിൻ്റെ കാരണം ജനസംഖ്യയല്ല. നമ്മൾ ദൈവത്തിന് മുമ്പാകെയും അവരുടെ മധ്യത്തിലും ഈ പൊതുസമൂഹത്തിലും നാം ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്രിസ്തീയതയുടെ അടിസ്ഥാനത്തിലാണ്. പിതാവ് നവതി ആഘോഷ സമയത്ത് പിതാവിൻ്റെ പ്രബോധനത്തിലും തുടർന്നുള്ള പ്രസംഗങ്ങളിലുമെല്ലാം വളരെ കൃത്യതയോടെ സീറോ മലബാർ സഭയും ലത്തീൻ സഭയും നമ്മുടെ സഭയ്ക്ക് ആദ്യ നാളുകൾ മുതൽ നൽകിയ ഒരു വലിയ പ്രചോദനവും പിൻബലവും പിതാവ് എടുത്തു പറഞ്ഞു. അതിപ്പോഴും ആ ഒരു വലിയ ഊഷ്മളമായ ബന്ധം സഹോദരി സഭകൾ എന്ന നിലയിൽ ഇരു സഭകളോടും നമുക്കുണ്ട്, പിതാവിന് വ്യക്തിപരമായിട്ടുമുണ്ട്. ആ ബന്ധത്തെയും നാളിതുവരെ നൽകപ്പെട്ടിട്ടുള്ള ആ നന്മയെയും പിതാവ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുള്ള രണ്ട് സഭകളാണിത്. ഈ മിഷണറിമാരുടെ വരവിൽ ചില അസ്വസ്ഥതകൾ 1653 മുൻപും അതിന് ശേഷവും ഉണ്ടായി എങ്കിലും അതൊന്നും ഒരു സ്ഥായിയായ ശത്രുതയുടെയോ വിരോധത്തിൻ്റെയോ ഒന്നും ഒരു കഥയായിരുന്നില്ല. ഭാരതത്തിലെ കത്തോലിക്ക സഭയിലെ 3 ആരാധനാ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ ലത്തീൻ സഭയും സീറോ മലബാർ സഭയും നമ്മളെ സംബന്ധിച്ച് നമുക്കേറെ കരുതൽ നൽകിയിട്ടുണ്ട്. ലത്തീൻ സഭയുടെ പിതാക്കന്മാർ കാലാകാലങ്ങളിൽ നൽകിയിട്ടുള്ള ഞാൻ വളരെ ഹൃദയത്തിൻ്റെ തുറവിൽ ഞാൻ പറയാം, വളരെ കരുതൽ നൽകുന്ന ഒരു സഹോദര മെത്രാപ്പൊലീത്തയാണെന്ന് എനിക്ക് തിരുവനന്തപുരത്ത് എന്നോടൊപ്പമുള്ളത് അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് സൂസേപ്പാക്യം പിതാവ്. അദ്ദേഹത്തിൻ്റെ സഭ നൽകുന്ന, അദ്ദേഹത്തിൻ്റെ വൈദികരും അദ്ദേഹത്തിൻ്റെ ഈ കടലോരങ്ങളിലെ പാവപ്പെട്ട ജനതയാണെങ്കിലും അവരുടെ ഒരു ആത്മീയതയിൽ നൽകുന്ന വലിയൊരു സ്നേഹവും വലിയൊരു വിലയും അത് നമുക്ക് ഭൗതികതയുടെ അളവുകോല് കൊണ്ട് അളക്കാൻ കഴിയില്ല. അവർ സ്വന്തം, ഞാനത് ഈ വിഴിഞ്ഞം പ്രദേശത്തും ഈ മറ്റ് നമ്മളുടെ ഈ ഓഖി ദുരന്തമുണ്ടായപ്പോഴൊക്കെ ആ പ്രദേശങ്ങളിലൊക്കെ പോകുമ്പം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, പിതാവേ എന്നുള്ള വിളിയിൽ അത് വളരെ പ്രകടമാണ്. നമ്മളുടേതായ ചെറിയ അളവിൽ ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, ചെറിയ അളവിൽ. പക്ഷേ ഞാൻ പറയുന്നത് ഈ സഭ അല്ലെങ്കിൽ ഈ അതിരൂപത നൽകിയിട്ടുള്ള ഏതെങ്കിലും കാലത്ത് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിശക്തമായ ഒരു സ്നേഹബന്ധം, അതിനെല്ലാം അതിജീവിക്കുന്ന ഒരു സ്നേഹബന്ധം ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്. സീറോ മലബാർ സഭ, പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതാധ്യക്ഷൻ കണ്ടത്തിൽ പിതാവ്, ചങ്ങനാശ്ശേരിയിലെ അഭിവന്യ കാളാശ്ശേരി പിതാവ്, കോട്ടയത്തെ അഭിവന്യ ചൂളപ്പറമ്പിൽ പിതാവ് തുടങ്ങിയവരാണ് അന്നത്തെ മലബാർ സഭയുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള മേലധ്യക്ഷന്മാർ. ഒരു സർവാത്മന നൽകിയിട്ടുള്ള വലിയൊരു കരുതലുണ്ട്, ആളുമർത്ഥവും നമുക്ക് ക്ലേശകാലങ്ങളിലൊക്കെയുള്ള ആലോചനയും എല്ലാം നൽകി. പുനരൈക്യത്തോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള കാലങ്ങളിൽ വൈദികരുടെയും സന്യസ്തരുടെയും സേവനം നൽകിയിട്ടുള്ളത് അതൊന്നും മറക്കാനാവില്ല. നമ്മളുടെ സഭയായി സഭയുടെ പൗരാണികതയും ഒരു അനന്യതയും ഒക്കെ സംരക്ഷിക്കുന്നതിലേക്ക് നമ്മൾ വരുമ്പോൾ
നമ്മുടേതായ വൈദിക സെമിനാരി, നമ്മുടേതായ പരിശീലനം, നമ്മുടേതായ അജപാലന രീതികൾ ഒക്കെ അവലംബിക്കുമ്പോഴും ഇവരുടെയെല്ലാം പുറകിൽ നിന്നുകൊണ്ടുള്ള ഒരു പിൻബലം ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ഒരു കൂട്ടായ്മയ ബന്ധത്തിൽ നമുക്ക് പോകുന്നതിന് സാധിച്ചിട്ടുണ്ട്. വളരെ പ്രത്യേകതയാർന്ന ഒരു അനുഭവം കൂടി പറയാം. നമ്മളുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്കുള്ള നമ്മുടെ സഭയെ ഉയർത്തിക്കൊണ്ടുള്ള തിരുസിംഹാസനത്തിൻ്റെ പ്രഖ്യാപനം വരുമ്പോൾ ദിവംഗതനായ കർദിനാൾ വർക്കി ഉദയത്തിൽ പിതാവ് സിറോ മലബാർ സഭയുടെ അധ്യക്ഷനാണ്. ഈ അഭ്യുന്നതനായ പിതാവാണ് ഈ കത്തോലിക്ക സമൂഹത്തോടും പൊതുസമൂഹത്തോടും ഒരു മേലധ്യക്ഷൻ എന്ന നിലയിൽ ആദ്യമായി പറഞ്ഞത്, നിങ്ങളുടെ സഭാധ്യക്ഷനെ മേജർ ആർച്ച് ബിഷപ്പ് എന്നല്ല കാതോലിക്ക ബാവ എന്നാണ് വിളിക്കേണ്ടത്. അദ്ദേഹം പൗരസ്ത്യ സഭാ നിയമത്തിൽ വലിയ ആഴമേറിയ പാണ്ഡിത്യമുള്ളയാളാണ്. നമ്മുടെ സഭയെക്കുറിച്ച് നല്ല അടുപ്പമുള്ളയാളാണ്. ജസ്റ്റിസ് വിധേയത്തിൻ്റെ മകനാണ്. കണ്ടത്തിൽ തിരുമേനിയുടെ പിൻഗാമിയാണ്. അതൊരു കുലീനതയാണ്. അത് മനസ്സിലാക്കിയാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങളുടെ സഭാധ്യക്ഷൻ വിളിക്കപ്പെടേണ്ടത് കാതോലിക്കോസ് എന്നാണ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു സംശയം. നമ്മുടെ പൗരസ്ത്യ കാനൻ നിയമം അനുസരിച്ച് പൗരസ്ത്യ സഭകളിൽ പേട്രിയാർക്കൽ ചർച്ച് സഭകളുണ്ട്, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകളുമുണ്ട്. പക്ഷേ ആ നിയമം നമ്മൾ അടുത്ത് മനസ്സിലാക്കുമ്പോൾ ഈ രണ്ട് സഭകളും തുല്യ പ്രാധാന്യമുള്ളവരാണ്. മേജർ ആർച്ച് ബിഷപ്പിന് തുല്യനാണ്, അല്ലെങ്കിൽ പാത്രിയർക്കീസിന് തുല്യമായ പദവിയാണ് മേജർ ആർച്ച് ബിഷപ്പ്. പക്ഷേ ഈ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ നമുക്കത്ര പരിചിതമല്ല, പൗരസ്ത്യ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. എന്നാൽ തത്തുല്യമായ പാത്രിയർക്കീസ് ബാവ എന്നല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ വിളിക്കേണ്ടത്? ഞാനത് ചോദിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം, 4 കത്തോലിക്ക സഭകളുണ്ട്. ഉക്രൈനിയൻ സഭ, സിറോ മലബാർ സഭ, സിറോ മലങ്കര സഭ, റുമേനിയൻ സഭ. ഇത് 4മാണല്ലോ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ. ഇതിൽ ഉക്രൈനിയൻ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ ആ സഭയ്ക്കുള്ളിൽ അവരുടെ ആളുകൾ പേട്രിയാർക്ക് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തത്തുല്യമായ പേട്രിയാർക്ക് എന്ന് നമ്മുടെ പിതാവിനെ വിളിക്കുന്നതിന് പകരം അതിന് താഴെ നിൽക്കുന്ന കാതോലിക്ക എന്ന ഒരു സംജ്ഞയിൽ അറിയപ്പെടുന്നതിൻ്റെ പിന്നിലെ ഒരു കാരണം എന്താണ്? ഈ മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ളത് പൗരസ്ത്യ സഭയുടെ കാനൻ 991 പ്രസിദ്ധീകരിക്കുമ്പോൾ പരിഷ്കരിച്ച ഒരു നാമമാണ്. അതിൻ്റെ പിറകിലെ ഒരു കാരണം, ഈ പൗരസ്ത്യ സഭകളിലെ പൗരസ്ത്യ അകത്തോലിക്ക സഭകൾക്ക് ഈ കാതോലിക്കോസ് എന്ന ടൈറ്റിൽ സ്വീകരിക്കുന്നത് വഴി അസ്വാരസ്യം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു ഇതിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്നൊരു പുതിയ റിലേറ്റീവ്ലി എ ന്യൂ ടൈറ്റിൽ, അങ്ങനെയാണ് അത് ആവിഷ്കരിക്കപ്പെട്ടത്. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട് ഈ കാതോലിക്കോസിൻ്റെ പദവിയെക്കുറിച്ച് വളരെ പിന്തള്ളപ്പെട്ടു പോയ ഒരു ആശയമുണ്ട്. അല്ലെങ്കിൽ ബന്ധപ്പെട്ട സമിതികളിൽ ഉണ്ടായിരുന്നവർ ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായ ചർച്ചകളിൽ മുഴുകുന്നതിന് പകരം നിശബ്ദത പാലിച്ചതുമാകാം. കാരണം അത് വളരെ ക്ലേരീസ് സാങ്ക്തിയതാത്തി എന്ന ആ വിഭാഗത്തിൽ ഈ പൗരസ്ത്യ കാതോലിക്കോസിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ കാതോലിക്കോസ് എന്ന് അറിയപ്പെട്ടിരുന്ന സഭാ പാരമ്പര്യത്തിലെ ഈ ഒരു പദവി അപ്പം ഡയല്യൂട്ടഡായിട്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള ഒരു ടൈറ്റിൽ ചേർത്ത് വച്ചിരിക്കുന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഈ നമ്മുടെ സഭയുടെ കാനൻസ് റിവൈസ് ചെയ്തപ്പോഴും അത് നിജപ്പെടുത്തിയപ്പോഴും നമ്മൾ എഴുതി ചേർത്തു. അത് പലരും അത് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു. ഇപ്പോഴും ഈ സഭയുടെ പരമാധ്യക്ഷൻ്റെ ഔദ്യോഗിക പേര് മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് എന്നാണ്. വാസ്തവത്തിൽ ആ ഒരു ഡിഫറൻസിയേഷൻ, ആ ഒരു വ്യത്യസ്തമായ ഒരു അവതരണം പലരും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ
വൈകാരികതയുടെ തലത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനം ഈ പറയുന്ന നിയമാനുസൃതമായി പരിശോധിച്ചാൽ, നൈയാമികമായി പരിശോധിച്ചാൽ ഈ കാതോലിക്കോസ് എന്നതിൻ്റെ മുകളിലാണ്. നൈയാമികമായ ഒരു കാര്യം അതിനെ നമ്മൾ ഒരു പേട്രിയാർക്കൽ പദവിയുമായി നമ്മൾ ചേർക്കുമ്പോൾ അവിടെ ഒരു ആശയ വ്യക്തത കുറവ് വരാം. 2 കാനൻ മാത്രമേ വ്യത്യസ്തമായി ഈ പേട്രിയാർക്കിനെ കുറിച്ച് കാനൻ ലോയിൽ പറയുന്നു. അതായത് ഈ മാർപ്പാപ്പായെ ഇലക്ട് ചെയ്യും, മാർപ്പാപ്പയുടെ കൺഫർമേഷൻ, കൺസെൻറ്റ് വാങ്ങിക്കുന്ന കാര്യത്തിൽ കൺസെൻറ്റ് വാങ്ങിക്കേണ്ടതില്ല സിനഡിന്. ഈ പേട്രിയാർക്കിനെ ഇലക്ട് ചെയ്യുമ്പോൾ റോമിൽ വിവരം അറിയിച്ചാൽ മതി. അദ്ദേഹം അവിടെ കമ്മ്യൂണിയനാണ് കൊടുക്കുന്നത്, കമ്മ്യൂണിയൻ സ്വീകരിക്കുകയാണ് മാർപ്പാപ്പ തിരുമേനിയുമായുള്ള കൂട്ടായ്മയുടെ കാര്യത്തിൽ. എല്ലാ നിയമങ്ങളിലും മേജർ പേട്രിയാർക്കിന് മാത്രമായുള്ള ഈ 2 നിയമങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾക്ക് കൂടി ബാധകമാക്കിയാണ് പൗരസ്ത്യ കാനൻ നിയമം വച്ചിരിക്കുന്നത്. പേട്രിയാർക്കൽ പദവി, പരിശുദ്ധ സിംഹാസനം, അത് പഠനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. സഭയുടെ പൗരാണികത, സഭയുടെ ആരാധന ജീവിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ സഭയുടെ സുവിശേഷ പ്രഘോഷണം, സഭയുടെ ചലനാത്മകത, അതുപോലെ ഈ സഭയിലെ പൊതുസമൂഹത്തിലെ ഇടപെടൽ എന്ന് വെച്ചാൽ അവർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ചാരിറ്റി ഇനിഷ്യേറ്റീവ്സ്, പാവപ്പെട്ടവരെ സംരക്ഷിക്കാനൊക്കെയുള്ള, അതായത് മോഡേൺ എക്സിജൻസീസ് ഓഫ് ലൈഫ്, അതിൽ നമ്മളുടെ ഒരു റെസ്പോൺസ് എന്താണ് എന്നുള്ളത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തിരുസിംഹാസനത്തിൻ്റെ മാത്രം അധികാരത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഉക്രൈനിലെ സഭ, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു പേട്രിയാർക്ക് എന്ന അവരുടെ സഭാപിതാവിനെ വിളിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് നൈയാമികമായി റോമ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും അവരുടെ സഭാവിശ്വാസികൾ അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അവരതിന് യോഗ്യരാണ് താനും. അവരുടെ ഉക്രൈൻ സഭയുടെ സ്ഥാനം ഒരു പേട്രിയാർക്കൽ സഭയായി ഉയർത്തപ്പെടുന്നതിന് തടസ്സങ്ങൾ മറ്റൊന്നും കാണുന്നില്ല. അവരതിന് തികച്ചും യോഗ്യരായിട്ടുള്ള, രക്തസാക്ഷിത്വത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു സഭയാണ്. എന്നാൽ വീരോചിതമായി കത്തോലിക്ക വിശ്വാസം ഇപ്പോഴും ജീവിക്കുന്ന സഭയാണ്. അവരെവിടെ പോയാലും ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ആളുകളുമാണ്. സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുന്നത് അവസാനത്തിലേക്ക് വരികയാണ്. അടുത്ത ഒരു 10 വർഷത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ എന്താണ് പിതാവ് മുന്നിൽ കാണുന്നത്? ശതാബ്ദിയെക്കുറിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ 2018 അവസാനം കാതോലിക്കേറ്റ് സെൻറ്ററിൽ വെച്ച് എല്ലാ രൂപതകളിലെ വികാരി ജനറൽമാരും പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി അൽമായരും നമ്മുടെ സുന്നഹദോസിലെ പിതാക്കന്മാരും സന്യാസ സമൂഹങ്ങളുടെ പ്രതിനിധികളും ചേർന്ന് നമ്മളൊരു പ്രിപ്പറേറ്ററി മീറ്റിംഗ്, കൺസൾട്ടേറ്റീവ് ബോഡി ഉണ്ടാക്കിയിരുന്നു. അടുത്ത 10 വർഷം നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനൊരു ഒരു മാനം കണ്ടത് ഈ 10 വർഷം 10 വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ 10 മേഖലകൾ, 9 തീം എടുത്ത് നമ്മൾ, ഉദാഹരണം കുടുംബം ആണെങ്കിൽ കുടുംബത്തെക്കുറിച്ചുള്ള, യുവജനങ്ങൾ അങ്ങനെ, സന്യാസം, വൈദിക പരിശീലനം, അജപാലന ശുശ്രൂഷ, സമൂഹത്തിലെ പാവങ്ങളോടുള്ള പ്രതിബദ്ധത, രാഷ്ട്രനിർമ്മാണത്തിൽ നമ്മുടെ പങ്ക് തുടങ്ങി ഈ വിഷയങ്ങളെടുത്ത് നമ്മൾ ജീവിക്കുന്ന വിശ്വാസവും വിശ്വാസം ജീവിക്കുന്ന സമൂഹവും ഇത് തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരാലോചനയും കർമ്മപരിപാടികളും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന 10 തലങ്ങളിലെ വിഷയങ്ങളും 10 യാഥാർത്ഥ്യവും, ആ വിഷയത്തിൽ നമ്മൾ ജീവിക്കാൻ എക്വിപ്ഡായി കഴിയുമ്പോൾ ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ തരണം ചെയ്യാൻ വിശ്വാസി എന്ന നിലയിലും
ഒരു പൗരൻ എന്ന നിലയിലും പൊതുസമൂഹത്തിലെ മെമ്പർ എന്ന നിലയിലും നമുക്ക് പ്രാപ്തി ഉണ്ടാകും. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. അതിന് നമ്മൾ ഈ വർഷം മുതലുള്ള പരിപാടികൾ നമ്മൾ മുൻപോട്ട് വെക്കണം. ദൗർഭാഗ്യവശാൽ ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പിന്നീടുള്ള ഒന്നിച്ച് വിളിച്ചു കൂട്ടിയുള്ള ഒരു ആലോചന നടക്കുന്നതിന് സാധിച്ചില്ല. ഏറ്റവും വേഗത്തിൽ അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി നമ്മൾ അടുത്ത അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ 10ാമത്തെ വർഷം വലിയൊരു മാമാങ്കം നടത്തി അങ്ങനെ ആഘോഷിച്ച് അവസാനിപ്പിച്ച് കളയാനല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആത്മീയ ജീവിതവും നമ്മുടെ ജീവിതത്തിൻ്റെ സാമൂഹിക അവസ്ഥയുമായി ബന്ധപ്പെടുത്തി ഒരാളെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ശക്തനാക്കുക. പ്രിപ്പയർ സം വൺ ഫോർ എ സ്ട്രോങ് ഹെൽത്തി ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ് ആസ് വെൽ ആസ് ദി സോഷ്യൽ ലൈഫ്. ഇതിന് നമ്മൾ ഒന്നൊരുക്കുക എന്നുള്ള വലിയ ഉദ്ദേശമാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പോട്ട് വെച്ച മറ്റൊരു കാര്യം, ഈ ശതാബ്ദി ആഘോഷിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും സ്വന്തമായി ഒരു ചെറിയ വീടെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ സഭയിൽ വീടില്ലാത്തവരായി ആരും അവശേഷിക്കരുത്. 100ാം വർഷത്തിൽ 100 വരെ അങ്ങ് പോകണമെന്നില്ല, അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് ഒരു ആക്ഷൻ പ്ലാൻ പറഞ്ഞത് ഓരോ രൂപതയും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. തിരുവനന്തപുരം മേജർ അതിരൂപതയിലാണെങ്കിൽ ഈ അതിരൂപത ഏറ്റെടുക്കുക, സർവേ നടത്തുക, യഥാർത്ഥമായിട്ട് അതിന് എത്ര കൃത്യമായ എണ്ണം അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് നമ്മളുടെ കൂടിയാലോചനയിൽ. അപ്പോൾ ഈ മേജർ അതിരൂപതയിലെ വീടുകൾ ഇല്ലാത്തവരുടെ പരിഹാരം കണ്ടെത്തേണ്ടത് അതിരൂപതയാണ്. മറ്റൊരു രൂപതയിൽ ആ രൂപതയിലെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഇത് പ്രായോഗികമാണ്. ഒന്നിച്ച് നമ്മൾ കുറേയേറെ വീടുകളെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഭയപ്പെടുന്നു. ആവശ്യമില്ല. നമുക്ക് 10 വർഷത്തെ സമയമുണ്ട്, 9 വർഷത്തെ സമയമുണ്ട്. നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഓരോ വർഷവും നിശ്ചിതമായ ഇത്ര ഭവനങ്ങൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് നമുക്കൊരു ഭവനം, കയറി കിടക്കാനൊരു വീടുണ്ട് എന്ന് നമ്മൾ പറയുന്നതും അത് അനുഭവത്തിൽ വരുന്നതും വലിയൊരു അഭിമാനബോധം കൂടിയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു ആത്മവിശ്വാസം, സെൽഫ് എസ്റ്റീം, ഒരു മതിപ്പ് മറ്റു പല കാര്യങ്ങളിലും നമ്മളുടെ ഒരു പ്രാവീണ്യവും ഒരു മികവും നമുക്ക് വർദ്ധിപ്പിക്കും. ഈ 2 കാര്യം പ്രധാനമായി. നമ്മളിപ്പോൾ ചെയ്യുന്ന മറ്റനേകം കാര്യങ്ങളുണ്ട് എങ്കിലും ഇതിന് നമ്മൾ 2 തലങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റ്, കുടുംബ പ്രേക്ഷിത വിഭാഗത്തെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക്, നമ്മളുടെ നവീകരണ കാര്യങ്ങൾക്ക്, കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് ശക്തിപ്പെടുത്തുക. നമ്മുടെ സോഷ്യൽ സർവീസ് ഘടന, നമ്മുടെ കേന്ദ്രങ്ങളുണ്ട് എല്ലാ രൂപതകൾക്കും. അപ്പോൾ മലങ്കര സഭ മൊത്തമായി മലങ്കര വികാസ് മഞ്ചൽ അങ്ങനെ ഒരു പേരിൽ മലങ്കര സഭയിലെ മൊത്തം സോഷ്യൽ സർവീസുകളുടെ ഒരു ഏകോപന ഒരു കേന്ദ്രം വന്നിട്ടുണ്ട്. ഡൽഹിയാണ് അതിൻ്റെ കേന്ദ്രം. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ സർവീസ് ഡയസിസൻ സെൻറ്റേഴ്സ് വഴി നമുക്ക് ഈ പറഞ്ഞ ഭവന രഹിതരായ ആളുകളുടെ ആ ഒരു സർവേ എടുക്കുന്നതിനും അവരുമായി ചേർന്ന് നിന്ന് ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനും സഭയിലെ എല്ലാ തലങ്ങളിലുള്ളവരും, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, നമ്മുടെ MCYM മക്കൾ, നമ്മുടെ അമ്മമാർ, നമ്മുടെ MCA മെമ്പേഴ്സ്, മുതിർന്ന മാതാപിതാക്കൾ, നമ്മുടെ മറ്റ് പുറം രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, പൊതുസമൂഹത്തിൽ നമ്മളുടെ സ്നേഹിതർ, ഉപകാരികൾ, നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, എല്ലാവരും കൂടി മനസ്സ് വെച്ചാൽ നമുക്ക് അടുത്ത 4 വർഷം കൊണ്ട് ഓരോ രൂപതയിലെയും ഈ പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് സാധിക്കുന്ന തരത്തിൽ ഹിന്ദു മുസ്ലിം കുടുംബങ്ങളിലെ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് ചേർന്ന് നമുക്ക് സാധിക്കുന്നത് പോലെയുള്ള ഭവന സഹായം കൊടുക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. നന്ദി തിരുമേനി. ഇത്രയും നേരം മലങ്കര കാത്തലിക് TVയുടെ പ്രേക്ഷകരുമായിട്ട് തിരുമേനിയുടെ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവച്ചത്. അഭിനന്ദനായ ക്ലീമീസ് തിരുമേനിക്ക് ഏറെ കാര്യങ്ങൾ ഇനിയും പങ്കുവയ്ക്കാനുണ്ട്. അനേക വിഷയങ്ങളിൽ പൊതുസമൂഹവും സഭാമക്കളും അഭിനന്ദ പിതാവിൻ്റെ ആശയങ്ങളും പ്രബോധനങ്ങളും കാത്തിരിക്കുകയാണ്. വീണ്ടും പിതാവ് നമ്മളോട് സംവേദിക്കുന്ന
ദിവസം വന്നു ചേരും. പിന്നെ പിതാവിന് ഒരിക്കൽ കൂടി നന്ദി.